അള്ളാന്റെ റസൂല് പറഞ്ഞു, നാളെ പരലോകത്ത് ഒരുപാട് നിസ്കാരം കൊണ്ട് നോമ്പ് നോറ്റവർ, ഹജ്ജ് ചെയ്തവർ, സൽക്കർമ്മങ്ങൾ ചെയ്തവർ, സ്വതക്ക കൊടുത്തവർ പരലോക കോടതിയിൽ വരുമ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ അമലിന്റെ കൂലിയൊക്കെ അതാ കാണാതെയായി. എന്തേ കാരണം? അയാൾ ചെയ്ത നിസ്കാരത്തിന്റെ, നോമ്പിന്റെ, സൽക്കർമ്മങ്ങളുടെയൊക്കെ കൂലിയതാ മറ്റുള്ളവർക്കെടുത്ത് വീതിച്ചു കൊടുക്കുന്നു. എനിക്കില്ല, ചെയ്ത നമുക്കില്ല, കൊണ്ടുപോയത് വേറെ ആരൊക്കെയാണ്. എന്തേ കാരണം? ഞാൻ ഈ ദുന്യാവിൽ വെച്ച് പലരെ പറ്റിയും വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ട്, ആക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, നമീമത്ത് പറഞ്ഞിട്ടുണ്ട്, ഫിത്ന പറഞ്ഞിട്ടുണ്ട്, ഫസാദ് പറഞ്ഞിട്ടുണ്ട്. നോമ്പായിട്ട് പോലും നോമ്പ് തുറക്കാൻ ഒരുമിച്ചിരുന്നൂടാ. അപ്പോഴേക്ക് പിന്നെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്താ? ആരാന്റെ പച്ചിറച്ചി തിന്നലാണ്. അത്താഴത്തിന് ഒരുമിച്ചൊരു ടേബിളിൽ ഇരുന്നുകൂടാ. അപ്പോഴേക്ക് പിന്നെ ആരാന്റെ പച്ചയിറച്ചി തിന്നലാണ്. ഗീബത്തിനെ കുറിച്ച് പച്ചമാംസം തിന്നലാണെന്ന് ഞാൻ പറഞ്ഞതല്ലല്ലോ, രാജാതിരാജനായ റബ്ബ് പറഞ്ഞതല്ലേ. പരലോക കോടതിയിലെത്തുമ്പോ ആരെയൊക്കെ ഞാൻ വേദനിപ്പിച്ചുവോ അവരൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് എൻ്റെ മുമ്പിൽ. അള്ളാന്റെ കോടതി നിന്റെ നിസ്കാരത്തിന്റെ കണക്ക് നോക്കുക. ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ്, ഞാൻ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്, ഇപ്പൊ കിട്ടും എനിക്ക് അതിന്റെ കൂലി. ഞാൻ നോമ്പ് വെച്ചിട്ടുണ്ട്, എനിക്ക് അതിന്റെ കൂലി കിട്ടും. ഞാൻ കഴിയുന്നത്ര ഹജ്ജ് ഉംറയൊക്കെ ചെയ്തിട്ടുണ്ട്, അള്ളാഹ് സ്വർഗത്തിലേക്ക് ഇപ്പൊ പോകാം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ കക്ഷികൾ അവിടെ റബ്ബിന്റെ കോടതിയിൽ വരുന്നു. ഇയാൾ എന്നെ ചീത്ത പറിച്ചവനാണ്, ഇയാൾ എന്റെ ഗീബത്ത് പറഞ്ഞവനാണ്, ഇയാൾ എന്റെ മുതൽ അന്യായമായി കവർന്നവനാണ്, ഇയാൾ എന്നെ അടിച്ചവനാണ്, വേദനിപ്പിച്ചവനാണ്. അവിടെ എന്താ പകരം അടിപ്പിക്കൊന്നുമല്ല ചെയ്യുന്നത്, നമ്മുടെ അമലെടുത്താൻ കൊടുക്കുകയാണ്. എനിക്ക് ഇയാളോട് കണക്ക് തീർക്കണ്ടോ? അയാളെ നിസ്കാരത്തിന്റെ കൂലി പിടിച്ചോ? ഒരു സുബ്ഹാനല്ലാഹയുടെ കൂലി കാണുമ്പോ റബ്ബേ ദുന്യാവിലേക്കൊന്ന് പോകാൻ അവസരം തരുമോന്ന് വല്ലാതെ ആഗ്രഹിക്കുന്ന ആ ലോകത്ത് ഞാനും നിങ്ങളും കഷ്ടപ്പെട്ട് നിസ്കരിച്ച നിസ്കാരം, കഷ്ടപ്പെടുത്ത് അനുഷ്ഠിച്ച നമ്മുടെ നോമ്പുകൾ, കഷ്ടപ്പെട്ട് ചെയ്ത നമ്മുടെ ദാനധർമ്മങ്ങൾ, കഷ്ടപ്പെട്ട് ചെയ്ത നമ്മുടെ ഹജ്ജും ഉംറയുടെയും കൂലികൾ മറ്റുള്ളവർ അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്ന ദുരന്തം സഹിക്കാനാകുമോ ഉമ്മാ പെങ്ങളെ? സഹിക്കാനാകുമോ ഉപ്പാ സഹോദരാ? നമുക്ക് സഹിക്കാൻ പറ്റുമോ? നമ്മുടെ കൂലി മറ്റുള്ളവർ കൊണ്ടുപോകുക, നമ്മുടെ കൂലി മറ്റുള്ളവർ കൊണ്ടുപോകുക, എന്നിട്ടോ ഒക്കെ കൊടുത്തു തീർന്നു. കാരണം പലരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് നാവ് വളരെ മോശമായിരുന്നു, എന്നാലോ തഹജ്ജുദിനൊരു കുറവില്ല. അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ എനിക്കൊരു അയൽവാസി പെണ്ണുണ്ട്, ആ പെണ്ണ് രാത്രി മുഴുവൻ നിസ്കരിക്കുന്ന പെണ്ണാണ്, പകൽ മുഴുവൻ പലപ്പോഴും സുന്നത്ത് നോമ്പാണ് ആ പെണ്ണുങ്ങൾക്ക്, പക്ഷേ അവളുടെ നാവ് വളരെ വടക്കാണ്. അവളുടെ നാവ് കൊണ്ടവൾ വല്ലാതെ ശല്യപ്പെടുത്തുന്നവളായിരുന്നു. അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? അവളുടെ നിസ്കാരവും നോമ്പും ഒക്കെ കാരണം സ്വർഗത്തിൽ പോകുമെന്നാണോ? മറിച്ച് ഹിയ ഫിന്നാർ, അപ്പെണ്ണ് നരകത്തിലാണ്. ആരെ കൊണ്ടുപോയി നിസ്കാരത്തിന്റെ കൂലി? ആരാ കൊണ്ടുപോയൊരു തഹജ്ജുദിന്റെ കൂലി? കണക്ക് വാങ്ങി ഓരോരുത്തർക്ക് വീതിച്ചു കൊടുത്തു. അങ്ങനെ നന്മയുടെ ലീസ്റ്റ് കാലിയായി. എന്നിട്ടും കണക്ക് അവസാനിച്ചില്ല. ബാക്കിയാണ് കക്ഷികൾ വീണ്ടും കാത്തു നിൽക്കുകയാണ്. ഇനി എന്താ അടുത്ത പരിപാടി? എൻ്റെ അമലൊന്നും കൊടുക്കാനില്ല, ഒക്കെ പൊളിഞ്ഞു പാപ്പറായി, എല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞു. എന്നിട്ടും കണക്കവസാനിച്ചിട്ടില്ല, ഇടപാട് തീർന്നിട്ടില്ല. എങ്കിൽ അല്ലാഹ് ചെയ്യുന്നതെന്താണ്? ആ മനുഷ്യന്മാര് നമ്മുടെ നാവിനിരയായ നമ്മൾ അപമാനിച്ച ആരൊക്കെയുണ്ടോ അവരുടെ അക്കൗണ്ടിലുള്ള ദുഷ്കർമ്മങ്ങൾ കൂടി എന്റേതായ ദുഷ്കർമ്മങ്ങളിലേക്ക് വകവരുത്തപ്പെടുന്നു. അപ്പൊ അവരുടെ പാപവും കൂടി എൻ്റെ പാപത്തിലേക്ക് വരികയാണ്. എൻ്റെ ചെയ്ത സൽക്കർമ്മങ്ങളോ പോയി, ആരാന്റെ ദുഷ്കർമ്മങ്ങൾ കൂടി, ഞാൻ ചെയ്യാത്ത എൻ്റെ ദുഷ്കർമ്മങ്ങൾ കൂടി എൻ്റെതായ പട്ടികയിലേക്ക് വന്നു. ഫതുരിഹ ഫിന്നാർ, നരകത്തിയിലേക്ക് ഒരൊറ്റേറാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നല്ലോണം പ്രാർത്ഥിച്ചോളി സഹോദര, നല്ലോണം പ്രാർത്ഥിച്ചോളി.